ഹലോ, ഒരു സാറ്റർഡേ ഇന്നത്തെ വർക്ക് എന്താണെന്നുള്ളത് കാണിക്കാനാണ് പോകുന്നത്. കിച്ചൺ ആകെ അലങ്കോലമായിട്ട് കിടക്കുവാണ്. തുടങ്ങിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ മിക്സി ജാറിൻ്റെ ഒരു ബ്ലേഡ് കട്ടായിപ്പോയി അരച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക്. അപ്പോൾ അതിൻ്റെ കുറേ സ്പെയർ പാർട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സ്പെയർ പാർട്സ് എങ്ങനെയെങ്കിലും ഫിക്സ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് സാധനമൊക്കെ എടുത്ത് വെച്ചിട്ട് ആ ബ്ലേഡ് കിട്ടിയതൊക്കെ എടുത്തിട്ട് മുറുക്കി വെച്ചു. എന്നിട്ട് അതിന് ശേഷം അങ്ങോട്ട് തുടങ്ങിയതാണ് ക്ലീനിങ് പരിപാടി. ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ കാണിച്ചുതരാം അതെങ്ങനെ ഇരിക്കുന്നെന്നുള്ളത്. ഒരു സൈഡിൽ കൂടെ ക്ലീൻ ചെയ്ത് ദേ എല്ലാം ഈ ഗതിയാക്കി. എൻ്റെ ഗ്രോസറീസിൻ്റെ ആ വെച്ചിരിക്കുന്നതിലൊക്കെ എല്ലാം പാക്കറ്റ് പൊട്ടി അതിനകത്ത് വീണുപോയി. മഞ്ഞളൊക്കെ അതിൻ്റെ താഴെ കുറേ മുളക് പൊടി. അപ്പോൾ അതിനെയൊക്കെ പറക്കി എടുത്തിട്ട് ഇതേ കളയാനായിട്ട് ഇങ്ങനെ ഡസ്റ്റ്ബിനിൽ ഇട്ട് വെച്ചിരിക്കുകയാണ്. പിന്നെ കുറേ പ്ലാസ്റ്റിക് കച്ചറ വേസ്റ്റുകൾ. ഇതൊക്കെ കുറച്ച് യൂസ് ചെയ്ത പാക്കറ്റ്സ് ഉണ്ട്, യൂസ് ചെയ്യാത്ത പാക്കറ്റ് ഉണ്ട്. ചുമ്മാ പോയി കടയിൽ പോവും, എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു തരും, പിന്നെയും ഡംപ് ചെയ്യും. ഈ സാധനങ്ങൾ തീർക്കാണ്ട് ഇനി ഒന്നും വാങ്ങിക്കാൻ പാടില്ല എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അങ്ങനെ എനിക്ക് ഈ കുഞ്ഞു ഷെൽഫ്സും ഈ താഴത്തെ ഇതൊക്കെ വെച്ചിട്ട് എല്ലാം അതാത് സ്ഥാനത്ത് റെഡിയാക്കി വെക്കണം. ഇപ്പോഴത്തെ എൻ്റെ കിച്ചൻ്റെ അവസ്ഥ ഇതാണ്. ഈ സൈഡ് ഇനി കാണിക്കുന്നില്ല, എല്ലാം വല്ലാത്ത രീതിയിലിരിക്കുക. അപ്പം ആദ്യം ക്ലീൻ ചെയ്ത് വെച്ച സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം വൃത്തിക്ക് കഴുകി ക്ലീനാക്കി എടുത്തു. അപ്പോൾ ആ സൈഡിലോട്ടൊന്ന് ഒതുക്കി. അപ്ലയൻസ് ഇൻക്ലൂഡിങ് കോഫി ജാറ്, കോഫി മേക്കർ, നമ്മുടെ ബ്രെഡ് ടോസ്റ്റർ, അതിൻ്റെ മുകളിലിരിക്കുന്നത് ബ്ലെൻഡറിൻ്റെ ഇത്, കത്തികൾ, കുഞ്ഞു കത്തികൾ വരെ എല്ലാം ക്ലീനാക്കി വെടുപ്പാക്കി തുടച്ച് ഉണക്കി എടുത്ത് വെച്ച് ഒരു സൈഡിലൊതുക്കി. ഉള്ളിത്തൊലിയും വെളുത്തുള്ളി തൊലിയും എല്ലാം ആവശ്യമില്ലാത്ത എല്ലാം പറക്കെടുത്തിട്ട് ആ കുട്ടയ്ക്കകത്ത് ഇട്ടിട്ടുണ്ട്. ദേ തുടച്ചതിൻ്റെ ബാക്കി. ഇനി ഇതൊക്കെ ഒന്ന് ഒതുക്കണം. ഒതുക്കുന്ന സമയത്ത് ഈ ബോട്ടിൽസിൻ്റെ മേളിലുള്ളതും എല്ലാം ക്ലീൻ ചെയ്തിട്ട് മുകളിൽ മാത്രം എല്ലാം കൂടി ക്ലീൻ ചെയ്തിട്ട് നമ്മുടെ തുണി വെച്ച് വൈപ്പ് ചെയ്തിട്ട് വെച്ചിരിക്കുകയാണ്. പിന്നെ അതിനകത്ത് പൊടികൾ നിറച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ പൊടികൾ നിറയ്ക്കാനായിട്ട് നോക്കി വന്നപ്പോഴത്തേക്ക് ഓരോ പാക്കറ്റ് എടുത്തതാണ്. എടുത്ത സമയത്ത് ഇതൊക്കെയാണ് കണ്ടത്. പൊടിയാണെങ്കിൽ പകുതി അവിടെ ആക്കി വെച്ചു, ബാക്കിയെല്ലാം എടുത്ത് പുറത്തിടുകയും ചെയ്തു. അപ്പോൾ ഏതായാലും തുടങ്ങിയതില്ല എന്ന് വിചാരിച്ചിട്ട് ഒന്ന് ഒതുക്കാമെന്ന് വിചാരിച്ചു. ഇതിലൊക്കെ മസാലപ്പൊടികളില്ലാത്തത് ആ പൊടികളൊക്കെ ഒന്ന് ഈ പാക്കറ്റ്സിൽ നിന്ന് തപ്പി പിടിച്ചിട്ട് അതിലേക്ക് ഇട്ട് വെച്ചിട്ട് എല്ലാം സ്റ്റോർ ചെയ്ത് പെർഫെക്റ്റായിട്ട് ക്ലീൻ ചെയ്ത് വെക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ഷോർട്ട് വീഡിയോ. വെള്ളം ഒഴിച്ച് സോപ്പിട്ട് കഴുകിയെടുത്ത് കേട്ടോ. ഡ്രയർ ഇങ്ങനെ എടുത്തിട്ട്, ഇല്ലെങ്കിൽ തുടയ്ക്കാൻ നോക്കിയാലേ ഭയങ്കര പാടാണ്, അത് പോകത്തുമില്ല. പിന്നെ ഡ്രൈ ടവൽ വെച്ചിട്ട് വൈപ്പ് ചെയ്തെടുക്കുക. ക്ലീനായി. സെയിം തിങ് ഇവിടെ ഒരു രക്ഷയില്ല കേട്ടോ. ഈ മഞ്ഞൾ എന്ത് ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മഞ്ഞായിട്ട് തന്നെ ഇരിക്കുന്നത്. എന്ത് മഞ്ഞളാണെന്നറിയില്ല. ആരാണെങ്കിലും ഇനി മഞ്ഞൾ വാങ്ങിക്കുമ്പോഴത്തേക്ക് ഈ ബ്രാൻഡ് വാങ്ങിക്കരുത്. പക്ഷേ ഇങ്ങനെയും മഞ്ഞയുണ്ടോ? ഇതെൻ്റെ എല്ലാം മിക്സി ജാർ. ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. മിക്സി ജാർ എന്ത് ഇതടിച്ചാലും മിക്സി ജാറിൻ്റെ കളറ് വരെ മഞ്ഞ കളറായി പോകുന്നില്ല. ഏതായാലും ഇനി ഇത് ഈ പൊടികളൊക്കെ കറക്റ്റായിട്ട് ഒരു ഇതുപോലത്തെ കവേഴ്സ് ഉണ്ട് എൻ്റെ അടുത്ത്. പുതിയ കവേഴ്സ് എടുത്തിട്ട് കട്ട് ചെയ്തതൊക്കെ അതിലേക്ക് ഇട്ട് വെക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വരും. ഇതിൽ ഇടിയപ്പത്തിൻ്റെ മാവ്, കടലമാവ്, പിന്നെ അരിപ്പൊടി, മല്ലിപ്പൊടി, പൊട്ടിച്ച പാക്കറ്റുകൾ, റവ, ഇതൊക്കെ എനിക്ക് ഇട്ട് വെക്കാൻ അങ്ങനെ പ്രത്യേകം കണ്ടെയ്നേഴ്സ് ഒന്നും ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടില്ല. എല്ലാം പാക്സ് ആയിട്ട് തന്നെ വെച്ചിരിക്കുന്നത്. കാരണം സ്പേസ് കുറവായതുകൊണ്ട് 1 kg വാങ്ങിക്കുക, അത് തീരുമ്പോഴത്തേക്ക് അടുത്ത kg വാങ്ങിക്കുക, അങ്ങനെ. അപ്പോൾ അതിന് എവിടെ കൊണ്ട് വെക്കണമെന്ന് അറിയത്തില്ല. അപ്പോൾ ഇതെല്ലാമാണ് ഈ ഷെൽഫിനകത്ത് ഞാൻ വെച്ച് സൂക്ഷിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം അതെല്ലാം പൊടിഞ്ഞ് താഴെ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട്, ഇനിയെങ്കിലും കളറാവാതിരിക്കാൻ യൂസ് ചെയ്തത് പൊട്ടിച്ചത് അപ്പം ഇതിനകത്ത് ഉണ്ടെന്ന് എനിക്ക് ഓർമ്മ ഉണ്ടാവും. എത്രയും പെട്ടെന്ന് ഇതൊക്കെ തീർക്കണം. ഈ അരിപ്പൊടി ഒരു പുട്ടുണ്ടാക്കുമ്പോൾ തീരുന്നതേ ഉള്ളൂ. പക്ഷെ പുട്ടുണ്ടാക്കണ്ടേ.
ഇനി ഇതത്രയും പലഹാരത്തിൻ്റെ പൊടികളാണ് കേട്ടോ. നമുക്ക് അരിപ്പൊടി, നല്ല പല ബ്രാൻഡിൻ്റെ എലീറ്റ്, ഡബിൾ ഹോഴ്സ്, ഇടിയപ്പത്തിൻ്റെയും പുട്ടിൻ്റെയൊക്കെയാണ്. പിന്നെ ഗോതമ്പ് സൂചി റവ, ബേസൻ പൗഡർ, കടലമാവ്, പിന്നെ ഇത് റവ ഉപ്മാവ് ഒക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓർമ്മ ഉണ്ടാവും. ഇനി ഈ പാക്കറ്റിൽ ഇത് മാത്രം നോക്കിയാൽ മതി. മറ്റേ ഡബ്ബകളിൽ എന്താ മല്ലിപ്പൊടിയും ഇതുപോലത്തെ ഗരം മസാല പൊടികളോ അല്ലെങ്കിൽ മുളക് പൊടികളോ പൊട്ടിക്കാത്ത പാക്കറ്റ്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വലിച്ചു വരിയിടണം. ഇതൊരു റെഡ് ബീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മുടെ മുതിര പോലത്തെ സാധനം, ചുവന്ന വൻപയറില്ലേ, അതിൻ്റെ ഒരു ചെറിയൊരു സാധനമാണ്. അപ്പോൾ ഇത് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സെയിം ഡേ യൂസ് ചെയ്തില്ലെങ്കിലും ഒന്ന് റെഡിയായി കിട്ടുമല്ലോ, നമുക്ക് പെട്ടെന്ന് എടുത്ത് ഉണ്ടാക്കത്തക്ക രീതിയിൽ. അതിനടുത്ത് ഞാൻ ഫ്രീസറിൽ വെള്ളമൊക്കെ വാർന്നതിന് ശേഷം, ഒന്ന് കുതിർന്നിട്ട് വെള്ളമൊക്കെ വാർന്നതിന് ശേഷം ഫ്രീസറിൽ എടുത്ത് വയ്ക്കും. അപ്പോൾ എന്നാ വേണ്ടെന്ന് വെച്ചാൽ ഒന്നും ഉണ്ടാക്കാം. ഇത് എന്തിനാ വാങ്ങിച്ചെന്നറിയോ? കഴിഞ്ഞ പ്രാവശ്യം ഓണത്തിന് എന്താ ഉണ്ടാക്കുന്ന ഓലനോ അങ്ങനെ എന്തോ സംഭവം ഉണ്ടാക്കില്ലേ, നമ്മൾ കുമ്പളങ്ങയും തേങ്ങാപ്പാലൊക്കെ വെച്ചിട്ട് ചെയ്യുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു പിടി ഇട്ടിട്ട് ചെയ്തതാണ്. പിന്നെ അതിന് ശേഷം ഉപയോഗിച്ചിട്ടേ ഇല്ല. ആ പയറ് പോലെ തന്നെ ഇരിക്കുക. അപ്പോൾ ഇപ്രാവശ്യം അത് തീർക്കണമെങ്കിൽ ഈ രീതിയിൽ എന്തെങ്കിലും ചെയ്ത് വെച്ചാൽ പിന്നെ ഫ്രീസറിലുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് എടുത്ത് റെഡിയാക്കി വർക്ക് കഴിഞ്ഞിട്ട് പെട്ടെന്ന് എടുത്ത് വെള്ളത്തിലിട്ട് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കാനുള്ളതുള്ളൂ. ഇങ്ങനത്തെ കുറേ ടെക്നിക്സ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ശരിയാവില്ല. ഇത് ആ സൈഡിൽ നിന്ന് കേൾക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഉപയോഗിക്കത്തില്ല, കളയും, അത്രയും കളയും. അപ്പോൾ അത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒരു രക്ഷയില്ല കേട്ടോ, എല്ലാ സാധനങ്ങളും വേസ്റ്റായിപ്പോൾ. എല്ലാ വിധേന ഓരോ കോർണർ ഒതുക്കി വരുവാണ് കേട്ടോ. ആകെ ഒത്തിരി പ്രയാസപ്പെട്ട ഏത് സ്ഥലം എന്നറിയോ? ദേ ഈ സെക്ഷന് ഇതിൻ്റെ ഡോർ ഇങ്ങനെ ഉള്ളിലോട്ട് സ്ഥലമാണെങ്കിൽ ഇത്രയും ഉണ്ട്, കാണാവോ? ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അതിനകത്ത് കയറിയിരുന്ന ആ വെടുപ്പാക്കാൻ പെട്ട പാടെ. ഒന്നാമത് എണ്ണയൊക്കെ ലൈക്ക് ഹെവി വെയിറ്റ് ഉള്ളതും ഇതൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ വെക്കുന്നത്. അതുപോലെ ഈ മൺചട്ടി താഴെ വെച്ചിരിക്കുന്നുണ്ടോ, ഈ മൺചട്ടി പാത്രങ്ങൾ, ഉപയോഗിക്കാത്ത പാത്രങ്ങളൊക്കെ എടുത്ത് അതിനകത്ത് വെക്കും. അത് വെച്ചിട്ട് അതിനുള്ളിൽ എത്ര ഉണ്ടായിരുന്നു പൊടി, കുറച്ചൊന്നുമല്ല, അത്രയ്ക്ക് പൊടി ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെയല്ല എണ്ണമയം, ലൈക്ക് ഈ പാത്രത്തിൽ എടുത്ത് വെച്ചിരുന്നു. ഇനിയിപ്പോൾ ഇത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല, ഈ അലുമിനിയത്തിൻ്റെത്. അപ്പോൾ അത് കളഞ്ഞിട്ട് പുതിയതൊരെണ്ണം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലാവുമ്പോഴത്തേക്ക് എണ്ണ വീണാൽ അതിനകത്ത് കിടക്കും, ഇനി നേരെ താഴോട്ട് പോകത്തില്ലല്ലോ. പക്ഷേ സ്റ്റിൽ ഒത്തിരി ബുദ്ധിമുട്ടി. ആരാണെങ്കിലും കിച്ചൺ ഉണ്ടാക്കുകയാണെങ്കിൽ ഇമാതിരിയുള്ള ഷെൽഫ് ഉണ്ടാക്കരുത് ദയവേത്. നിങ്ങൾ കിച്ചൺ വെക്കാൻ പോകുന്ന സമയത്ത് ഇവരോട് പറയുക, ലൈക്ക് കോർണർ യൂണിറ്റ് മാത്രം എന്തെങ്കിലും ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ആ കോർണർ കംപ്ലീറ്റ് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സംഭവം വേണം എടുപ്പിക്കാൻ. എന്തുമാത്രം കിതക്കണമെന്ന് അറിയോ? താഴെ ഇരുന്ന് തുടച്ചിട്ട് ആ വിം വെച്ചു, ആ സ്ക്രബ്ബർ വെച്ചിട്ട് തുടച്ചിട്ട് പിന്നെ അത് വൈപ്പ് ചെയ്തെടുത്ത് ക്ലീൻ ചെയ്തു. ഇല്ല എന്നല്ല, പക്ഷെ സ്റ്റിൽ ഏജ് കൂടുന്തോറും നമുക്ക് എത്ര എന്ത് ഫ്ലെക്സിബിൾസ് ആണെന്ന് യൂസ് ചെയ്യാൻ പറ്റുമോ അതുപോലെ ഇരിക്കണം. ലൈക്ക് ഇതുപോലത്തെ യൂൾസൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും ക്ലീൻ ചെയ്യാൻ. അപ്പം ഞാൻ താഴത്തെ ഈ 2 സെക്ഷനും ക്ലീൻ ചെയ്ത് ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇത് ഓൾറെഡി നേരത്തെ ക്ലീൻ ആയിരുന്നു. ഇതൊക്കെ എൻ്റെ പായസത്തിൻ്റെ ഐറ്റംസാണ് കേട്ടോ. അവലും ശർക്കരയും പിന്നെ ഇവിടുത്തെ ചൈനീസ് നൂഡിൽസ് വാങ്ങിച്ച് കിട്ടും. അതൊക്കെ ഞാൻ ഇവിടുത്തെ പായസം ഉണ്ടാക്കും എൻ്റെ രീതി. ചൗച്ചോ മറ്റേ നമ്മുടെ കുഞ്ഞ് ഇത് ചൗച്ചോ അല്ലല്ലോ, എന്താ പറയുന്നത്, പായസത്തിലിടുന്ന കുഞ്ഞു സാധനങ്ങൾ, പേൾസ് എന്ന് പറയുന്നത്. പിന്നെ മല്ലിപ്പൊടിയും ബാക്കി പരിപ്പ് വർക്കങ്ങൾ. പിന്നെ ഇതൊക്കെ എൻ്റെ ഗരം മസാല സ്പൈസസിൻ്റെ ഒരു ഡബ്ബകളാണ്, അതെടുത്ത് മണ്ടയ്ക്ക് വെച്ചിരിക്കുകയാണ്. ആക്ച്വലി ഇത് ഫ്രൂട്ട് സാലഡ്സിൻ്റെ ഒക്കെ കിട്ടത്തില്ല നമുക്ക്. ഇതിൽ എവിടെ പോകുമ്പോൾ കടകളിൽ വാങ്ങിക്കാൻ പോകുമ്പോഴത്തേക്ക് പലതരം ഫ്രൂട്ട്സ് ഇട്ട് വെക്കും. അതൊക്കെ കഴിച്ചിട്ട് ആ ഡബ്ബ ബാക്കി വരുമ്പോഴത്തേക്ക് നല്ലതാണെങ്കിൽ റീയൂസ് ചെയ്യും ഞാനിത്. അപ്പോൾ അത് ഇങ്ങനെ മസാലാസൊക്കെ എടുത്ത് വെച്ചിരിക്കുകയാണ്. നോൺ വെജ് കറികൾക്കും പിന്നെ സ്റ്റഫ്ഡ് കായ്, അതായത് കത്തിരിക്കയും അതുപോലത്തെ കറികളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ പാവയ്ക്ക ഇതൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഞാനിടുന്ന എൻ്റെ ഹോൾ സ്പൈസസിൻ്റെ ഒരു ചെറിയൊരു ഷോ ആണ് ഇപ്പം ചെയ്യാൻ പോകുന്നത്. ഇതിനകത്ത് വെച്ചിരിക്കുന്നുണ്ടോ പോപ്പി സീഡ്സ്, പെരുംജീരകം, ഏലക്ക,
ഇതിനകത്ത് ഈ കാണുന്നതിൻ്റെയൊക്കെ എല്ലാത്തിൻ്റെയും പൊടിഞ്ഞ സാധനങ്ങളാണ് കിടക്കുന്നത്. പ്ലസ് അതിനകത്ത് ജാതിപത്രിയും സിന്നമൺ സ്റ്റിക്കും സ്റ്റാറും എന്തൊക്കെയോ ഉണ്ട്. ചുക്ക് വരെ ഉണ്ട് അതിനകത്ത്. താഴെ കിടക്കുവാണ് ബേ ലീഫിൻ്റെ ഇലകൾ ചെറുതായിട്ട്, അതായത് ഇതിൻ്റെയൊക്കെ പൊടിഞ്ഞ് കിടക്കുന്ന മിക്സ് കിടക്കുന്നത്. പിന്നെ ഗ്രാമ്പു. ഇതെന്താണെന്ന് വെച്ചാൽ ഇല നാരകത്തിൻ്റെ ഇലയാണ് കേട്ടോ. വലിയ നാരകത്തിൻ്റെ ഇലയാണ് ഡ്രൈ റോസ്റ്റ് ചെയ്ത് കിടക്കുന്നത്. ഡ്രൈ റോസ്റ്റ് ചെയ്തതല്ല, ഡ്രൈ ആയിട്ട് കിട്ടിയതാണ്. ഇത് എനിക്ക് ആക്ച്വലി ഇതെന്താ പറയുന്നത്, ചൈനീസ് സ്റ്റോറിൽ ഇവരിങ്ങനെ വിൽക്കും. അത് റോസ്റ്റ് എന്നാണ് എഴുതി കിടക്കുന്നത്, പക്ഷേ റോസ്റ്റ് ആണോ എന്നറിയില്ല. എങ്ങനെ റോസ്റ്റ് ചെയ്തെന്നറിയില്ല, പക്ഷെ പൊട്ടിച്ചാൽ പൊട്ടും. ബിരിയാണിക്കൊക്കെ ഇടാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അത്. പിന്നെ ഇത് വെളുത്ത എള്ള്, കറുത്ത എള്ള്. ഇത് രണ്ടും നമ്മുടെ നെയ് കത്തിരിക്ക ഉണ്ടാക്കുമ്പോഴത്തേക്ക് അതിലിടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. സ്റ്റഫ്ഡ് നെയ് കത്തിരിക്കയ്ക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ബേ ലീഫ്. ഈ ബേ ലീഫിനെ കൊണ്ട് ഞാൻ കഴിഞ്ഞ വിഷുവിന് നമ്മുടെ നാട്ടിൽ തിരളിയപ്പോയില്ലേ, ഇല ഇതിനാണോന്ന് എനിക്കറിയത്തില്ല. വെള്ളത്തിലിട്ട് ഒന്ന് കുതിർത്ത് എടുത്തതിന് ശേഷം പിന്നെ അതിനകത്ത് തിരളിയുടെ നമ്മുടെ ഇതൊക്കെ ഇല്ലേ, അരിമാവും ശർക്കരയും തേങ്ങയും ഇതൊക്കെ വെച്ച് ചുരുട്ടെടുത്ത് തിരളിയപ്പം ഉണ്ടാക്കി. എന്നിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നൂല് എന്താ പറയുന്നത്, അതിനകത്ത് ടൂത്ത് പിക്ക് സംഭവമല്ലേ, അത് വെച്ചാണ് കുത്തി വെച്ചത്. ടേസ്റ്റ് അതിനായിരുന്നു. ഇനി ബേലീഫിനെ ആയിരിക്കും തിരളിയെന്ന് അറിയില്ലായിരുന്നു എനിക്കത്. അങ്ങനെ ഫൈനലി എല്ലാം ഒതുക്കി ഞാൻ എൻ്റെ പച്ചരി ചോറും വെച്ചു. ചീര കുറച്ചുണ്ടായിരുന്നേ, അതെല്ലാം കൂടി തക്കാളിയും പച്ചമുളകും കുറച്ച് ഉള്ളിയും മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, പച്ചമുളകും കൂടി ഇട്ട് വേവിക്കാൻ വെച്ചിരിക്കുകയാണ്. ഒന്ന് നന്നായിട്ട് സോഫ്റ്റായതിന് ശേഷം ഉടച്ചെടുത്തിട്ട് ചൂട് നെയ്യിട്ടിട്ട് ചോറിൻ്റെ കൂട്ടത്തിൽ കഴിക്കും. ഇതാണ് ഇന്നത്തെ എൻ്റെ ഉച്ചയ്ക്കുള്ള ഊണ്. ഇവിടെ നോക്കിക്കേ, 3 കെട്ട് സാധനങ്ങൾ റെഡിയായി. അതായത് പച്ചക്കറി ഉണ്ടാക്കുമ്പോൾ ആ ചീരയുടെയും ഉള്ളിയുടെയൊക്കെ തൊലി വരുമല്ലോ, അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. എല്ലാം ഒതുക്കി ആ കുഞ്ഞ് ടവലുണ്ടായിരുന്നല്ലേ, അത് തൂത്ത് ഇവിടേക്ക് ഒന്ന് തുടച്ച് ക്ലീനാക്കിയിട്ട് വൃത്തിയായി വെടുപ്പാക്കി വെച്ചു. എൻ്റെ കിച്ചൺ ഇനി അഴുക്കൊന്നുമില്ല ഇല്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാലും കൊണ്ട് കേട്ടോ, ഈ കാണുന്ന ടോൾ യൂണിറ്റിൽ കുറച്ച് സാധനങ്ങളുണ്ട്, അരിയും ഗോതമ്പ് ഒക്കെ. അത് ഒതുക്കിനെ വെച്ചിരിക്കുന്ന പ്രത്യേകമായിട്ടൊന്നുമില്ല. ഇവിടെയൊക്കെ പൂജയുടെ സാധനങ്ങൾ വെച്ചിരിക്കുന്നത്. പൂജ അതിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് അതിനുണ്ടാക്കുന്ന രീതിയിലുള്ള സാധനങ്ങളൊക്കെ എടുത്തതിനകത്ത് തട്ടും അങ്ങറ്റം വരെ. സോ അതും വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നു. പിന്നെ ഞാൻ ഇതെല്ലാം കൂടി കൊണ്ട് കളഞ്ഞാൽ എൻ്റെ ഇന്നത്തെ പരിപാടി തീരും. ഉച്ചയ്ക്കുള്ള ഊണും കഴിച്ചിട്ട് പിന്നെ ടി വി വെച്ച് കിടന്നുറങ്ങും. ഇന്ന് കിടന്നുറങ്ങും. നടുവ് നല്ല പോയി കേട്ടോ, ഒട്ടും ചെയ്യാതെ കുറേ കാലത്തിന് ശേഷം ഇങ്ങനെ ചെയ്യുന്നത്. പണ്ട് ചെയ്യുമായിരുന്നു, സ്ഥിരം ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് വലിയ ഇതായിട്ട് തോന്നിയിട്ടില്ല. ഒത്തിരി ചെയ്യാനുണ്ടെന്നുള്ള ഫീല് വന്നിട്ടില്ല. കാരണം വെച്ചാൽ ഇടയ്ക്ക് ഫ്രോസൺ ഷോൾഡർ വന്നപ്പോഴത്തേക്ക് എനിക്ക് മേളിലുള്ളതൊന്നും എടുക്കാൻ പറ്റില്ല. കൈ ഇങ്ങനെ പൊക്കാൻ വയ്യ, 2 കൈക്ക് എഫക്റ്റ് ചെയ്തു. ഷോൾഡർ നല്ല പെയിനാണ്. അപ്പം പതുക്കെ ഇത്രയ്ക്കേ അനങ്ങത്തുള്ളൂ കൈ. അപ്പം അതിനനുസരിച്ചിട്ടുള്ള മൂവ്മെൻറ്റിലായിരുന്നു എത്രയും ജീവിതമൊക്കെ ഓടിക്കൊണ്ടിരുന്നത്. പിന്നെ ഇതിപ്പോൾ ഏതായാലും ഒരുവിധം റെഡിയായി വരുന്നുണ്ട് വന്നതിന് ശേഷം. അതുകൊണ്ട് പിന്നെയും തുടങ്ങി. അതാ ഇത്രയും കച്ചറ കിടക്കുന്നത്. അത് 2-3 വർഷത്തിൻ്റെ കച്ചറയാണ് ഫീൽ ചെയ്യുന്നത്. കൈ കിട്ടുന്നത് അങ്ങ് ഇടും പെട്ടെന്ന് എടുക്കത്തക്ക രീതിയിൽ. പക്ഷേ കൂടുതലിരുന്ന് കൈ കൊണ്ടിങ്ങനെ സർഫസൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഓരോന്ന് തൂത്തെടുത്ത് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഹെൽത്ത് കണ്ടീഷൻ അല്ലായിരുന്നു എൻ്റെ ഷോൾഡേഴ്സും ഈ കഴുത്തിൻ്റെയൊക്കെ ഭാഗത്ത്. അപ്പോൾ അതിൻ്റെ അധികം പെയിൻ എടുക്കാണ്ട് പതുക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ എത്ര ചെയ്താലും അത് വലിയ വൃത്തിയൊന്നും ആയിട്ടില്ലായിരുന്നു. ഇന്നിപ്പം എന്താണെന്നറിയില്ല, ശനി അമാവാസ്യോ അങ്ങനെ എന്താണ്ട് ഒരു ദിവസം എന്ന് പറയത്തില്ലേ, അപ്പം വീടൊക്കെ ഒന്ന് ക്ലീനാക്കി എൻ്റെ കിച്ചണൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. വീട്ടിൽ അഴുക്കുണ്ടെങ്കിൽ ഭയങ്കര മനപ്രയാസം, എപ്പോഴും ടെൻഷൻ, ഇതെന്താ ഇത്ര വൃത്തികേടായിട്ട് ഇരിക്കുന്നത് വിചാരിക്കും. ഇപ്പം നോക്കി എല്ലാം ക്ലീനാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു അഴുക്കുമില്ല, ഒരു ചവറും ഇല്ല. എല്ലാം എന്താ പറയുന്നത്, കറക്റ്റ് അതിൻ്റെ സ്ഥാനത്ത് ക്ലീനായിട്ട് പൊടി പോലും ഇല്ലാണ്ട് റെഡിയാക്കിയിട്ടുണ്ട്. ഈ കിച്ചൻ്റെ മാത്രം ഞാൻ ഇന്ന് കാണിച്ചത്. ബാക്കിയെല്ലാം ഓൾറെഡി ഞാൻ നേരത്തെ കുറച്ചായിട്ട് ചെയ്തുകൊണ്ട് വന്നിരിക്കുകയായിരുന്നു. ഇതിൻ്റെ ഒരു ഡെക്കറേഷൻ പീസസ്. എൻ്റെ ചെടികളൊക്കെ വെള്ളത്തിലിട്ടിരുന്നത് വന്നു തുടങ്ങി കേട്ടോ.
നല്ല രസം ഇത് കാണാനായിട്ട്. അതിൽ വേരൊക്കെ വന്ന് 3-4 ഇളകളൊക്കെ മേളിലോട്ട് ഇങ്ങനെ കയറാൻ തുടങ്ങി. അരി ഫ്ലവർ ഭയങ്കര സന്തോഷം. അതുപോലെ തന്നെ ആ കോർണറിൽ വെച്ചിരിക്കുന്നത് ഇത് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതിലും കുറേ ഇലകൾ വന്നിട്ടുണ്ട്. പിന്നെ വിളക്കിൻ്റെ അവിടെ കുറച്ച് ചെടി ഇങ്ങനെ വെച്ചിട്ടുണ്ട്, അതിലും കുറച്ച് ഇലകൾ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഗണപതിയുടെ അവിടം വരെ എത്തി. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. ഞാൻ ഇവിടെ വെച്ച് നിർത്തുവാണ്. ചവറ് കൊണ്ട് കളഞ്ഞിട്ട് വന്ന് ഫുഡ് ചോറായി കഴിഞ്ഞു. മറ്റേ ഇതും കൂടി ഒന്ന് സ്മൂത്തായിട്ടൊന്ന് കൈ കൊണ്ട് തവി കൊണ്ട് ഉടച്ചെടുത്തിട്ട് നെയ്യിട്ടിട്ട് കഴിക്കും.